ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിനെ കുറിച്ചാണ്. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് സെവറൽ സ്ലിറ്റ്സ് ആർ ക്ലോസ്ലി പ്ലേസ്ഡ് ബൈ ദ സെപ്പറേഷൻ ഓഫ് ഈക്വൽ ഒപ്പേക്ക് സ്പേസസ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ചെറിയ സ്ലിറ്റിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴാണ് അവിടെ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അങ്ങനത്തെ കുഞ്ഞു മൈന്യൂട്ട് സ്ലിറ്റുകൾ ഒരുപാടെണ്ണം ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കുറേ സ്ലിറ്റുകൾ ഇങ്ങനെ അടുത്തടുത്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയാം. അത് ആ സ്ലിറ്റിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒപ്പേക്ക് പോർഷൻസ് ഉണ്ട്. അതായത് ലൈറ്റ് പാസ് ചെയ്യാത്ത ഒപ്പേക്ക് പോർഷൻസ് ഉണ്ട് അല്ലേ. ആ ഒപ്പേക്ക് പോർഷൻസിന് എല്ലാം സെയിം വിഡ്ത്തായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. സിംപ്ലി കുറേ സ്ലിറ്റ്സ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ലാബിൽ ചെയ്യാറുണ്ട്. ഈ എക്സ്പെരിമെൻറ്റ് ലാബിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈൻ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ നമ്മൾ കൂർത്ത ഡയമണ്ടിൻ്റെ പോയിൻ്റ് വെച്ചിട്ട് കുറേ ലൈൻസ് ഇങ്ങനെ ഡ്രോ ചെയ്തേക്കുവാണ്. അപ്പോൾ ആ ലൈൻ ഇട്ട ഭാഗത്തൂടെ ലൈറ്റ് പാസ് ചെയ്യൂല, ലൈൻ ഇടാത്ത ഭാഗത്തൂടെ എന്ത് ചെയ്യും, ലൈറ്റ് പാസ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്ലോസ്ലി പ്ലേസ്ഡ് സ്ലിറ്റ്സ് അല്ലേ. അതിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയാം. ആ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്യാപിറ്റൽ N, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് പ്ലേറ്റിന് കുറേ ലൈൻസ് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു മീറ്ററിൽ എത്ര ലൈൻസ് ഉണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ Nൻ്റെ വാല്യൂ. ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഓക്കെ, ഇനി സ്മോൾ a എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ വിഡ്ത്തും സ്മോൾ b എന്ന് പറയുന്നത് ഒപ്പേക്ക് പോർഷൻ്റെ വിഡ്ത്തുമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ N is equal to 1/a + b എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് a + b ഈസ് കോൾഡ് ഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, a + b ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രേറ്റിംഗ് എലമെൻ്റ് അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് related to capital N as capital N is equal to 1/a + b. ഈ റിലേഷൻ അറിയണം, എന്താണ് അതിൻ്റെ പേരെന്ന് അറിയണം. ഇത് പ്രോബ്ലത്തിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ N കിട്ടിയാൽ നമുക്ക് a + b കണ്ടുപിടിക്കാനും അറിയാം, a + b കിട്ടിയാൽ നമുക്ക് ക്യാപിറ്റൽ Nൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, then the point separated by a + b is called what? Corresponding points എന്ന് പറയും. ഓക്കെ, ഈ പോയിൻറ്റിനെ, അതായത് ഇപ്പോൾ ഈ ഫിഗർ നോക്കിയേ, ഈ ഫിഗറിനകത്ത് നോക്കി, ഇവിടെ ക്യാപിറ്റൽ A എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്, ക്യാപിറ്റൽ B എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ക്യാപിറ്റൽ C എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്ലിറ്റുകൾ ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു സ്ലിറ്റാണ്, അങ്ങനെ കുറേ സ്ലിറ്റുകൾ ഇങ്ങനെ അടുത്തടുത്ത് വയ്ക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക, ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഉണ്ടാവുക. നമ്മൾ ക്യാപിറ്റൽ ABC എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തേക്ക് വേണം. ക്യാപിറ്റൽ AB എന്ന് പറയുന്ന ഒരു സ്ലിറ്റാണ്, അതിൻ്റെ വിഡ്ത്താണ് തന്നിരിക്കുന്നത് സ്മോൾ a എന്ന് പറയുന്നത്. ക്യാപിറ്റൽ BC എന്ന് പറയുന്ന ഒരു ഒപ്പേക്ക് പോർഷനാണ്, അതിൻ്റെ വിഡ്ത്താണ് സ്മോൾ b എന്ന് തന്നിരിക്കുന്നത്. സോ a + b എന്നുള്ള മീറ്റർ കൊണ്ട്, അത്രയും ലെങ്ത്ത് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത പോയിൻറ്റ്സാണ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ സിയും അല്ലേ. അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, a + b അല്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പോയിൻറ്റ്സിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, കറസ്പോണ്ടിങ് പോയിൻറ്റ്സ്. ഇനി നമുക്കതിൻ്റെ ഡെറിവേഷൻസ് നോക്കാം. ഇനി നോക്കി, നമ്മൾ ഗ്രേറ്റിംഗ് ഇക്വേഷനിലെ ഡെറിവേഷനാണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫിഗർ വരച്ചു. ഫിഗർ നോക്കി, ക്യാപിറ്റൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ക്യാപിറ്റൽ AB എന്ന് പറയുന്നത് ഒരു സ്ലിറ്റാണ്, BC എന്ന് പറയുന്നത് ഒരു ഒപ്പേക്ക് പോർഷനാണ്. അങ്ങനത്തെ കുറേ സ്ലിറ്റുകളും ഒപ്പേക്ക് പോർഷനും ഇങ്ങനെ അടുത്തടുത്ത് വെച്ച ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ലൈറ്റ് ഇവിടെ നിന്നാണ്, ലൈറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ ഒരു ലെൻസ് ഉണ്ട്, നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചേക്കുവാണ്. ഈ സ്ക്രീനിലാണ് നമുക്ക് ഗ്രേറ്റിംഗ് പാറ്റേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത് ഇവിടെയാണ്. ഓക്കെ, P എന്ന് പറയുന്ന പോയിൻ്റ്, ക്യാപിറ്റൽ P എന്ന് പറയുന്ന പോയിൻ്റ്, ദാറ്റ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്രീനാണ് കേട്ടോ. സ്ക്രീനിൻ്റെ സെൻറ്ററിനെയാണ് P എന്ന് പറയുന്നത്. സോ ഇതുവഴി, ഇവിടെയാണ് സോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു, ആ സോഴ്സിൽ കൂടെ വരുന്ന എല്ലാ ലൈറ്റ് റേസും എന്ത് ചെയ്യും, ഈ എല്ലാ സ്ലിറ്റ് കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് P എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത് വിത്തൗട്ട് എനി പാത്ത് ഡിഫറൻസ് ആയിരിക്കും. സോ ദർ വിൽ ബി എ ബ്രൈറ്റ് ബാൻഡ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ P ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്രീനിൻ്റെ സെൻറ്ററാണ് ക്യാപിറ്റൽ B. ഇവിടുന്ന് നമ്മൾ ഈ സോഴ്സ് ഓഫ് ലൈറ്റത്തെ എല്ലാ ലൈറ്റും എല്ലാ സ്ലിറ്റ് കൂടിയും
പാസ് ചെയ്യും. പാസ് ചെയ്തിട്ട് പി എന്ന് പറയുന്ന പോയിന്റിൽ വിത്തൗട്ട് എനി പാത്ത് ഡിഫറൻസ് ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് കളറാണോ, സോഴ്സിൻ്റെ ലൈറ്റ് ഏത് കളറാണോ സെയിം കളർ ബാൻഡ് ആയിരിക്കും നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുക. ഒരു സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ, കിട്ടിയല്ലോ ഫസ്റ്റ് പോയിന്റ്. പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്ക്രീനിൻ്റെ മിഡ് പോയിൻ്റാണ്. ഇവിടുത്തെ സോഴ്സിൽ നിന്നുള്ള എല്ലാ ലൈറ്റും എല്ലാ സ്ലിറ്റിൽ കൂടെയും പാസ് ചെയ്തിട്ട് വിത്തൗട്ട് എനി പാത്ത് ഡിഫറൻസ് ക്യാപിറ്റൽ പിയിലെത്തും. ആൻഡ് ദർ വിൽ ബി എ ബ്രൈറ്റ് ബാൻഡ്, സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും കിട്ടുക. ദാറ്റ് ഹാവ് ദ സെയിം കളർ ആസ് ദാറ്റ് ഓഫ് സോഴ്സിൻ്റെ സെയിം കളറായിരിക്കും എന്തുണ്ടാവുക, ഈ പിയിൽ കിട്ടുന്ന ബാൻഡിന് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഈ ക്യൂ എന്നുള്ള പോയിന്റിൽ ഏത് ടൈപ്പ് ബാൻഡാണ് ഉണ്ടാവണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ രണ്ട് കറസ്പോണ്ടിങ് പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ക്യാപിറ്റൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ്. കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താ, എ പ്ലസ് ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത്, സ്മോൾ എ പ്ലസ് സ്മോൾ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത പോയിന്റ്സിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ എയും സിയും കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ആണ്. ആ എയും സിയും നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ, ഓക്കെ, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും സി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ലൈറ്റ് റേയും തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനിൽ ഡിഫ്രാക്റ്റ് ചെയ്തിട്ടാണ് ക്യൂവിലെത്തുന്നത്. ഓക്കെ, വെർ തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. അതിനൊരു ഒന്ന് ചെരിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഫ്രാക്റ്റ് ചെയ്തിട്ടല്ലേ ക്യൂ എന്നുള്ള പോയിന്റിലെത്താം. അത് ഡിഫ്രാക്ഷൻ ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ വാല്യൂ എന്തായിരിക്കും, ഇത് തീറ്റയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫ്രോണോഫർ ഡിഫ്രാക്ഷനിൽ ചെയ്ത പോലെ തന്നെ എയിൽ നിന്ന് വരുന്ന റേയും സിയിൽ നിന്ന് വരുന്ന റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. ദാറ്റ് മീറ്റ്സ് അറ്റ് കെയിലാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ തീറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പോവാണ്. നമുക്കറിയാം പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ കെ ആണ് അല്ലേ. സിന്ന് വരുന്നതിനേക്കാളും കൂടുതൽ എ എന്ന് വരുന്ന ട്രേ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ കെ ആണ്. സോ ആ ക്യാപിറ്റൽ എ കെയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് തീറ്റ. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ. എ കെ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് തീറ്റ ആൻഡ് ദിസ് ഈസ് 90 ഡിഗ്രി. സോ നമുക്ക് സൈൻ തീറ്റ എന്ത് എഴുതാൻ പറ്റും, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് എ കെ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ദാറ്റ് ഈസ് എ സി. എ സിയുടെ വാല്യൂ നമുക്കറിയാം എ പ്ലസ് ബി ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ കിട്ടും, സൈൻ തീറ്റാസ് ഈക്വൾ ടു എ കെ ബൈ എ സി എന്ന് കിട്ടും. സൈൻ തീറ്റാസ് ഈക്വൾ ടു എ കെ ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്ന് കിട്ടും. എ കെ ഈക്വൾ ടു എ പ്ലസ് ബി സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് എൻ ലാംഡ, എ പ്ലസ് ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എൻ ലാംഡ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ബാൻഡ് അല്ലേ. എൻ ലാംഡ ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ബാൻഡ് ആണ്. ആ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ, ഈ ഇക്വേഷൻ എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൾ ടു എൻ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ലെങ്ത് വിൽ പ്രൊഡ്യൂസ് ബ്രൈറ്റ് ബാൻഡ് അറ്റ് ക്യൂ. മനസ്സിലായോ? അപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടാകും. ഈ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ലൈറ്റാണ്. 7 കളറുള്ള ലൈറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, 7 കളറുള്ള വൈറ്റ് ലൈറ്റാണ് ഇവിടെ ഉണ്ടാവുക. ആ വൈറ്റ് ലൈറ്റിൻ്റെ സെയിം കളറായിരിക്കും പി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് കിട്ടുക. വൈറ്റ് ലൈറ്റ് തന്നെ ആയിരിക്കും, വൈറ്റ് ബാൻഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ, പക്ഷേ ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ഡിഫ്രാക്റ്റ് ചെയ്തിട്ടാണ് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡിഫ്രാക്റ്റ് ചെയ്തിട്ടാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുക എന്ന് പറഞ്ഞല്ലേ. അതിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ പറഞ്ഞത് എ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റ് ലൈറ്റിലുള്ള 7 കളേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. 7 കളറിനും 7 വേവ് ലെങ്ത് ആയിരിക്കും അല്ലേ. വേവ് ലെങ്ത് മാറുമ്പോഴല്ലേ കളർ മാറുക. ബ്ലൂക്ക് ഒരു വേവ് ലെങ്ത് ആയിരിക്കും, ഗ്രീനിന് വേറെ വേവ് ലെങ്ത് ആയിരിക്കും, ഓറഞ്ചിന് വേറെ വേവ് ലെങ്ത് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിന് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആയിരിക്കും. സോ ഓരോ വേവ് ലെങ്ത്തും തീറ്റയും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഓരോ വേവ് ലെങ്ത്തിനും എന്തുണ്ടാകും, ആ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന ആംഗിളും വ്യത്യാസം ഉണ്ടാകും. സോ എ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മളിപ്പോൾ ബ്ലൂവിൻ്റെ വേവ് ലെങ്ത്ത് ലാംഡയ്ക്കും അതേപോലെ ബ്ലൂ ഉണ്ടാക്കുന്ന ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റയും നമ്മളിവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസ്, ആ ബ്ലൂ ലൈറ്റ് വിൽ പ്രൊഡ്യൂസ് ഹിയർ എ ബ്രൈറ്റ് ബാൻഡ്. ഓക്കെ, ബ്ലൂ ലൈറ്റ് ആയിരിക്കും എന്തുണ്ടാവുക, അവിടെ ബ്രൈറ്റ് ബാൻഡ് പ്രൊഡ്യൂസ് ചെയ്യാം. കിട്ടിയോ? അതായത് ഇവിടെ നമുക്ക് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് കിട്ടും എന്ന് പറഞ്ഞു. ദെൻ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ ബ്ലൂ ലൈറ്റിൻ്റെ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ടാകും,
അപ്പുറത്തും അതിൻ്റെ ഡാർക്ക് ബാൻഡും കുഞ്ഞു ബ്രൈറ്റ് ബാൻഡുകളും ഉണ്ടാവും. ഇനി നമ്മൾ വേറൊരു പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ അപ്പോൾ ആംഗിൾ മാറും അല്ലേ, തീറ്റയുടെ വാല്യൂ മാറും. അപ്പോൾ ആ തീറ്റയ്ക്കനുസരിച്ച് ഏത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്താണ് സെയിം ആവണമെന്ന് നോക്കും, ഏത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്താണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കും. അപ്പം ഫോർ എക്സാമ്പിൾ റെഡിൻ്റെയാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വിചാരിച്ചോ, അപ്പോൾ റെഡിൻ്റെ ബ്രൈറ്റ് ബാൻഡ് ഇവിടെ ഉണ്ടാകും, റെഡിൻ്റെ കുഞ്ഞു ഡാർക്ക് ബാൻഡ് ഈ സൈഡിലും ആ സൈഡിലും ഉണ്ടാകും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താ കിട്ടുക, ഒരു സെറ്റ് ഓഫ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് എങ്ങനെ കിട്ടും, ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ആയിരിക്കും നമുക്ക് കിട്ടുക. ബ്ലൂ ലൈറ്റ്, റെഡ് ലൈറ്റ്, യെല്ലോ, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇവിടെ സ്ക്രീനിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, AK=A+B sin θ എന്ന് പറഞ്ഞു. ഈ A+B sin θ എന്ന് പറഞ്ഞാൽ n ലാംഡ ആകുമ്പോഴാണ് അവിടെ എന്ത് നടക്കുക എന്ന് പറഞ്ഞു, അവിടെ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിനൊന്നും നമ്മൾ തിരുത്തി എഴുതാൻ പോവാണ്. sin θ n ലാംഡ ഡിവൈഡഡ് ബൈ A+B. 1/A+B എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ sin θ N ഇൻറ്റു സ്മോൾ n ഇൻറ്റു ലാംഡ എന്ന് കിട്ടും. ആൻഡ് വി വിൽ ഗെറ്റ് ദിസ് ഈസ് ദ ഗ്രേറ്റിംഗ് ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. sin θ N ഇൻറ്റു സ്മോൾ n ഇൻറ്റു ലാംഡ. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എപ്പോഴും റിപ്പീറ്റ് അടിച്ച് essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻസ് ഒന്നും കാര്യമായിട്ടില്ല, ആ ഡയലോഗുകൾ എഴുതാൻ മാത്രമാണ്. അതായത് P എന്നുള്ള പറയുന്ന പോയിന്റിൽ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ആണ് ഉണ്ടാവുക എന്നും അതിനെന്തായിരിക്കും സെയിം കളറായിരിക്കും ആസ് ദാറ്റ് ഓഫ് സോഴ്സ് എന്നും, ആൻഡ് Q എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ, ആ തീറ്റയും ലാംഡയും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കളറിൻ്റെ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുമാണ് പറയേണ്ടത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.